മഹാകവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയ്ക്ക് രമണൻ എന്ന വിലാപകാവ്യം എഴുതാൻ പ്രേരണയായത് തൻ്റെ ആത്മസുഹൃത്തും കവിയുമായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ 27-ാം വയസ്സിലെ പ്രണയനൈരാശ്യം കൊണ്ടുള്ള ആത്മഹത്യയായിരുന്നു. എന്നാൽ രമണൻ ആ കാലത്തെ എല്ലാ മലയാളി മനസ്സിലും ഒരു വിങ്ങലായിരുന്നു. മാത്രമല്ല, ഈ മഹാകാവ്യം കേട്ട് കണ്ണു നിറയാത്തതായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് മനസ്സിലാകും വിധം നമുക്ക് ഒരു കഥയായി ഇത് കേട്ടു നോക്കാം. 27 വയസ്സുള്ള രമണനും 23 വയസ്സുള്ള മദനനും ആത്മമിത്രങ്ങളായിരുന്നു. ഒരു ദിവസം ഉച്ചതിരിഞ്ഞ് രണ്ടാളും ഒരു മരത്തണലിൽ ഇരിക്കുകയായിരുന്നു. മദനൻ എന്തൊക്കെയോ പറയുന്നു, ചിരിക്കുന്നു. ഇടയ്ക്ക് രമണന്റെ മുഖത്തേക്ക് നോക്കുന്നു. എന്നാൽ രമണൻ താൻ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ മദനൻ വളരെ വിഷമത്തോടെ തന്റെ ആത്മമിത്രത്തോട് ചോദിക്കുന്നു, നമ്മൾ രണ്ട് ശരീരവും ഒരു മനസ്സുമായിരുന്നില്ലേ? നീ ഒന്നും ഇന്നേ വരെ എന്നോട് മറച്ചു വെച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. നിന്റെ ഉള്ളു നീറുന്നത് ഞാൻ അറിയുന്നു. എന്തോ ഒളിക്കുന്നുണ്ട്. രമണ, എന്താണെങ്കിലും എന്നോട് പറയൂ. രമണൻ നിറകണ്ണുകളോടെ പറഞ്ഞു. ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം. അത് പൂഴിമണ്ണിൽ മുളച്ചു നിൽക്കുന്ന വെറും ഒരു പുൽക്കൊടിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. അതെങ്ങനെ ശരിയാകും? ഒന്നുകിൽ ആ മിന്നും താരകം താഴെ പൂഴിമണ്ണിലെ പുൽക്കൊടിയിലേക്ക് വഴുതി വീഴണം, അല്ലെങ്കിൽ പുൽക്കൊടി വാനോളം ഉയരണം. എങ്ങനെ അത് സാധ്യമാകും? നിനക്കറിയുമോ മദന, ആ പുൽക്കൊടി നിന്റെ ഈ ആത്മമിത്രമായ രമണൻ എന്ന വെറുമൊരു ആട്ടിടയൻ. എന്നാൽ ആ മിന്നും താരകം ആ വഴിവക്കിലെ ഇരുനില മാളികയിലെ ദേവലോക സുന്ദരിമാരെക്കാൾ സൗന്ദര്യവതിയായ ചന്ദ്രിക. ഇത് കേട്ട മദനൻ അമ്പരന്നു നിന്നു. എന്നിട്ടൊരു ചെറു പുഞ്ചിരിയോടെ രമണനോട് പറഞ്ഞു, നീ അതിൽ വ്യാകുലപ്പെടേണ്ടതായി ഒന്നും തന്നെയില്ല. അവളെ പോലെ അതിസുന്ദരിയും സൗമ്യവതിയുമായ ഒരുവൾ നിന്നോട് കാണിക്കുന്ന ആ നിർമ്മല സ്നേഹം നീ ഒരിക്കലും തിരസ്കരിക്കരുത്. അത് നീ തള്ളിക്കളഞ്ഞാൽ ദൈവം നിന്നോട് പരിഭവിക്കും. ചിലപ്പോൾ നിന്റെ ഭാഗ്യമായിരിക്കും അവളുടെ ഈ സ്നേഹം. ഇത് കേട്ട രമണൻ പറഞ്ഞു, ഞാൻ ഒന്നല്ല പല വട്ടം പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. ഞാൻ വെറും ഒരു ആട്ടിടയൻ, കാട്ടിലും മേട്ടിലും അലഞ്ഞു നടക്കുന്നു. നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്. അത് കളഞ്ഞിട്ട് എന്നോടൊപ്പം വന്നാൽ നിന്റെ ജീവിതം ഏറെ ദുസ്സഹമാകും എന്ന്. എന്നാൽ അവൾ സമ്മതിക്കുന്നില്ല. ഒരു പരിധിയിൽ കൂടുതൽ അവളെ വിഷമിപ്പിക്കാൻ എനിക്കാവുന്നില്ല മദന. കാരണം ഞാൻ അവളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ അത് പുറത്തു കാണിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഈ സ്നേഹം ഞാൻ അവളെ ഒരിക്കലും അറിയിക്കില്ല. അതെൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്.